ഓക്കെ സതീഷ് വസന്ത്, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം ഒന്നും കാത്തു നിൽക്കാതെ തന്നെ എളുപ്പത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റിയ പര്യാപ്തമായ തെളിവുകൾ ഈ SITയുടെ മുന്നിലുണ്ട്. പക്ഷേ അവർ അതിന് തയ്യാറായില്ല എന്നാണ് സുഭാഷ് ബാബു സാറും അതുപോലെ അഡ്വക്കേറ്റ് സി പത്മനാഭനും ഇവിടെ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രതികളെ രക്ഷിച്ചെടുക്കുക അല്ലെങ്കിൽ പ്രതികൾ ജയിൽ മോചിതരാവട്ടെ എന്ന ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായി. അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് ലഭിച്ചിട്ടും ഉണ്ടാവും. കാരണം കേരള പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. എന്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണെങ്കിലും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ്. ആ ഒരു ഇടപെടൽ ഇവിടെ സുവിദിതമല്ലേ? നോക്കൂ അനിൽ, ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സാർ പറഞ്ഞാൽ 100% കറക്റ്റ്. കാര്യം എന്നറിയാമോ, ഈ SIT അന്വേഷിക്കാനുള്ള ഒരു കേസെന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ ഒരു പ്രശ്നത്തിലാണ് ഇത് തുടങ്ങുന്നത് അല്ലേ. ഇതിപ്പം വന്ന് നിൽക്കുന്ന എവിടെയാണ്? കൊടിമരമായി, വാഗിവാഹനമായി, കട്ടളപ്പാളയായി. ഇതിപ്പോൾ എന്ന് വെച്ചാൽ എന്തിനാ ഒരു വാസ്റ്റ് ഒരു ഇതായിപ്പോയി, ഒരു അന്വേഷണമായിപ്പോയി. കാര്യം എവിടെ നിന്ന് തൊട്ടതെല്ലാം പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇവർക്കൊരു എൻ്റെ ഒരു നിഗമനമാണ്, ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. ഇത് ഞാൻ SITയുടെ വക്താവൊന്നുമല്ല. സതീഷ് വസന്ത്, വേണമെങ്കിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താമല്ലോ ഈ ടീമിലേക്ക്. പറയാലോ, കോടതിയോട് പറയാലോ, ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ എണ്ണം പോരാ, നമുക്ക് കൂടുതൽ ആളുകൾ വേണം അന്വേഷണത്തെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ പോരെ? കോടതി അനുവദിച്ചു കൊടുക്കല്ലോ. ഇതിനകം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ പുതുതായിട്ട്. രണ്ടുപേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിധിച്ചു കൊടുത്താൽ പോരെ ഈ ജോലി? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്പർ പറഞ്ഞ പോലെ എനിക്കും അല്ലംബിയാർത്ത പറയാമല്ലാതെ SITയിൽ ഇതൊക്കെ ചെയ്യേണ്ടത് നമുക്ക് പറയാമെന്നല്ലാതെ മനസ്സിലാക്കേണ്ടത് എന്താണ്? SITയുടെ കൈകൾ ഒരിക്കലും അത് തെറ്റാണ്. അത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, അത് പറയുമ്പോൾ ഞാൻ കയറി ഇടപെടുന്നത്. അത് ഇപ്പം സുരേഷ് ബാബു സാർ പറഞ്ഞാലും BJPയുടെ വക്താവ് പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞാലും 100% നമ്മൾ സ്വാഭാവികമായി വെളിയിൽ നിൽക്കുന്ന ഒരു ജനത്തിന് അത് നമുക്ക് തോന്നിപ്പോവും. ഇതുപോലെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് തോന്നിപ്പോവും. അല്ല, ഈ നോക്കൂ, പത്മകുമാറിനെയോ അതുപോലെ വാസുവിനെയോ ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? അധികാരത്തിൽ ഇരിക്കുന്നവർക്കില്ലേ? സ്വാഭാവികമായിട്ടും ഇടപെടൽ ഉണ്ടാവും. ഒരു സംരക്ഷണം അവരൊക്കെ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നലാണ്. ഇത്തരത്തിലുള്ള അപാകങ്ങൾ ഉണ്ടാകുമോ അഡ്വക്കേറ്റ് സതീഷ്? ഇത്തരത്തിലുള്ള അപാകങ്ങൾ ഉണ്ടാകുമോ? നിരന്തരം ജസ്റ്റിസ് A ബദറുദ്ദീൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അങ്ങനെ ചോദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ 100% ഞാൻ ഇപ്പം എല്ലാവരും പറയുമ്പോൾ ഞാനും പറയുന്നത് ഇതെന്ന് പറയുന്നത് തൊട്ട് ഈ കേസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ മാത്രമല്ല നിൽക്കുന്നത്. സ്വർണ്ണ കട്ടളപ്പാളി, അതുപോലെ വാഗിവാഹനം, പിന്നെ കൊടിമരമാകുന്നു. ഈ വാഗിവാഹനമൊക്കെ വാഗിവാഹനം, കൊടിമരം നേരത്തെ സുഭാഷ് ബാബു സാറ് പറഞ്ഞു അതൊന്നും അന്വേഷണ പരിധിയിലില്ല. അത് വന്നല്ലോ, ആര് പറഞ്ഞു വന്നില്ലാന്ന്? ഇല്ല, അതൊന്നും വന്നിട്ടുള്ളപ്പോ ഹൈക്കോടതി നിർദ്ദേശിച്ചാണ് തന്ത്രിയിൽ എത്തി എന്നുള്ള രീതിയിലുണ്ടാണ് പിന്നെ അവരെ കേസ് പ്രൊസീഡ് ചെയ്യാത്തത്. അങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യാത്തത്. തന്ത്രിയെ പൂട്ടാൻ വേണ്ടി നിങ്ങൾ അതിന്റെ പുറകെ പോയതാണ്. കൊടിമരത്തിന്റെയും വാജിവാഹനത്തിന്റെയും മാത്രമല്ല, വാജിവാഹനമാണ് ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിയ ഏക തൊണ്ടി മുതൽ അത് വെച്ചാണ് പറയുന്നത് ഇതാ ഞങ്ങൾക്ക് കിട്ടിയ വാജിവാഹനം എന്നുള്ളത്. അല്ല, വാജിവാഹനം എന്ന് പറയുന്നത് ആരാണ്? ഇത് ഭക്തജനങ്ങൾ കൊടുക്കുന്ന സ്വർണം ഉപയോഗിച്ച് ചെയ്യുന്നില്ലേ? അത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ഹൈക്കോടതിയെ നിർദ്ദേശിച്ചാണ് തന്ത്രിയെ കൊടുക്കുന്നത്. അത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഈ വിധിപ്രകാരം അത് തന്ത്രിക്ക് അർഹതപ്പെട്ടതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തന്ത്രി എല്ലാം എടുത്തോണ്ട് പോയത് അല്ല, അതുകൊണ്ടാണ് തന്ത്രി ഇപ്പം ജയിലിൽ ചെന്ന് കിടക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ജയിലിൽ ചെന്ന് കിടക്കുന്നത്. അപ്പൊ ഞാനിത് പറയുന്നത് തന്ത്രി തെറ്റ് ചെയ്തിട്ട് അന്വേഷിക്കട്ടെ. പക്ഷേ വാജിവാഹനവും ഈ സ്വർണ്ണക്കൊടിമരവും ഈ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് സുഭാഷ് ബാബു സാർ പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി, ദേവസ്വം ബെഞ്ച്
ഏൽപ്പിച്ച അവർക്ക് കൊടുത്ത ചില ചുമതലകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരാദ്യം അതന്വേഷിക്കട്ടെ. അതിനുശേഷം അത് കഴിഞ്ഞ ശേഷം അവർക്ക് പറയാലോ ഞങ്ങളുടെ അന്വേഷണം. ഒരു മിനിറ്റ്, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതാ സ്വർണ്ണ കൊടിമരം അത് മാറ്റിയതിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വാജി വാഹനം തന്ത്രി കൊണ്ടുപോയതിൽ ചില ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് രണ്ടാമതായിട്ട് അവർക്ക് അന്വേഷിക്കാലോ, എക്സ്റ്റൻഷൻ ചോദിക്കാലോ. ഇപ്പൊ അവരെ ഏൽപ്പിച്ച ഈ കട്ടിളപ്പാളികൾ, അതുപോലെ ഈ വാതിൽപ്പാളികൾ, അതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് തന്നെ എവിടെ എത്തി നോക്കൂ. ഈ മണി എവിടെയുണ്ട് ഇപ്പോൾ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്? അതുപോലെ ഈ കൽപേഷ് എവിടെയുണ്ട്? ഈ കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം പിന്നെ പങ്കജ് ഭണ്ഡാരിയുടെ അടുത്ത് സ്മാർട്ട് ക്രിയേഷൻസിലൊക്കെ കൊണ്ടുപോയത് ഈ കൽപേഷാണ്. കൽപേഷ് തുടക്കത്തിൽ നിറഞ്ഞു നിന്നാണ്. ഇപ്പോൾ കൽപേഷ് എവിടെ? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് അയാൾ വാനിഷായോ? അല്ല, വാനിഷ് അല്ലേ. നമ്മൾ പറയും പോലെ അല്ലല്ലോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത്. നമുക്കിവിടെ എന്നൊക്കെ പറയാം. ചിലപ്പോൾ കൽപേഷ് പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി ഇതായിരിക്കുന്നേ. അദ്ദേഹം ഞാൻ ഒരിക്കലും പറ്റും അങ്ങനെ ഇപ്പോൾ ശൗര്യമരയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനം അത് എന്ത് ചെയ്തു എന്നാൽ കൽപേഷല്ലേ പറയും. ഇപ്പോൾ കൽപേഷിനെ ഇതിൻ്റെ അകത്ത് ഈ കേസിൽ ഉൾപ്പെടുന്നില്ല എന്നാൽ അത് SIT തീരുമാനം, നമ്മളൊന്നും അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പം ഞാൻ ഇത് പറയുന്നത് ആരായിരുന്നാലും ഇപ്പം ബഹുമാനപ്പെട്ട സുഭാഷ് ഇത് രഹസ്യമായിട്ടാണ്. അല്ല, ഇത് SIT കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യുന്നത് രഹസ്യമാക്കി വെക്കുന്നു. അതേസമയം തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതൊക്കെ പരസ്യമാക്കുന്നു. അല്ല നിങ്ങൾക്ക് തന്ത്രിയുടെ കാര്യം എന്താണ്? ഞാൻ തന്ത്രിയുടെ ആരുമല്ല, തന്ത്രിയുടെ വക്കാലത്ത് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റ് ഹീസ്റ്റി ആയിട്ട് നടത്തിയ അറസ്റ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തന്ത്രി ഇതിൽ ഇൻവോൾവ് ആണല്ലോ, അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്താണ് തെളിവ്? അല്ല, ആ റിമാൻഡ് റിപ്പോർട്ട് തന്നെ എന്താ പറഞ്ഞത്? ആചാരം ലംഘിച്ചു. അങ്ങനെയാണ് പിണറായി വിജയനല്ലേ ആദ്യം അകത്ത് കിടക്കേണ്ടത്. അല്ല, തന്ത്രി ആ റിമാൻഡ് റിപ്പോർട്ട് അത് താങ്കൾ വായിച്ചോ? അതെ, അദ്ദേഹം എന്നാ കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കുമ്പോഴത്തേക്ക് കോടതി അത് പരിശോധിക്കേണ്ടതല്ലേ? അതങ്ങനെ ആണെങ്കിൽ പരിശോധിക്കില്ലേ? അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കേണ്ടതല്ലേ? സ്വാഭാവികമായി നിങ്ങൾ പറയുന്ന തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് കേസ് ഡയറി ഇപ്പം നേരത്തെ പോലെ CD കേസ് ഡയറി അത് തന്ത്രിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അല്ലാതൊന്നുമല്ലല്ലോ. ചുമ്മാ ഒരു റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ ഇതൊക്കെ വെളിയെന്ന് പറയുന്നു. ഞാൻ ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുഭാഷ് സാറ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞതിന് 100% കണ്ടോ. ഇത് ഒരു കേസ് അന്വേഷിക്കാൻ പോയി 50 കേസിലിട്ട് വന്നു. അപ്പോൾ അതിലും നിന്നില്ല, ഇതിലും നിൽക്കാത്ത ഒരവസ്ഥയായിരിക്കണം SITക്കുള്ളത്. ഇത് എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയുന്നത് എൻ്റെ ഒരു നിഗമനം ഇപ്പം ഇത് കണ്ടപ്പം അതാണ് തോന്നുന്നത്. ഒരു കേസ് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അത് അല്ലല്ലോ. അതിന് അല്ല, അതാണ് പറഞ്ഞത്. അതാണ് ഒരു കേസ് വരെ 90 മുതൽ എടുക്കണ്ടേ? നമ്മളിപ്പം പറയുന്നത് അവിടെ കൊണ്ടുവന്ന് കുറച്ച് സ്വർണം വെച്ചിരിക്കുന്നു. നിലവിലുള്ള കോലാഹലം അല്ല, ഞാൻ അല്ലേ നമ്മൾ കോലാഹലം മാത്രം. അത് കഴിഞ്ഞ് ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കി കൊടുക്കുക. ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. അങ്ങനെ ചെയ്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞ പോലെ ഈ സ്വർണം കൊണ്ടുവച്ചിരിക്കുന്നത് കറക്റ്റാണെന്ന് നിങ്ങൾ വെച്ചോ. അപ്പോൾ നമ്മൾ പറയും ഇത് അന്ന് പോയാണോ? അപ്പോൾ നോക്കുമ്പോൾ സയൻറ്റിഫിക് വേണ്ടേ? സയൻറ്റിഫിക്കായിട്ട് അത് ഇത് ചെയ്താൽ മാത്രമല്ല ഈ സ്വർണ്ണം. അല്ല സതീഷ് വസന്ത്, ഇത് കോടതിയിൽ വിചാരണ വേളയിൽ എത്തുന്ന സമയത്ത് കവർച്ച ചെയ്യപ്പെട്ട ബദലുകൾ അത് ഒറിജിനലായിട്ട് കോടതിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനല്ലേ? ഉണ്ട്. അത് വേണ്ട, കിട്ടണ്ടേ? നിങ്ങൾ പറയുന്നത് ഇന്നലെ നടന്ന സംഭവം അല്ലല്ലോ. അപ്പൊ അത് എങ്ങോട്ട് പോയി? ഇവിടെ അപ്രത്യക്ഷമായി. അത് ഭാരതത്തിനകത്തുണ്ടോ അതോ ഭാരതത്തിന് പുറത്താണോ? അല്ല, അത് അപ്പൊ നോക്കൂ, അവിടെയാണ്. അല്ല, SIT അതാണ്. ഒരു മിനിറ്റ്, SIT അതാണ് കോടതിയെ ബോധിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിനെ ബോധിപ്പിക്കേണ്ടത്. അതായത് ഞങ്ങൾക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ പറയേണ്ടതിന് പകരം ഇതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയല്ലേ അന്വേഷണം? എന്തുകൊണ്ടാണ് ഇത്രയും വീഴ്ചകൾ ഉണ്ടായി, അല്ലെങ്കിൽ ഇത്രയും പാകപ്പിഴകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വയം പരിശോധിക്കേണ്ട, സ്വയം വിചിന്തനം ചെയ്യേണ്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പരിമിതികൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ജസ്റ്റിസ് ബദറുദ്ദീനെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബെഞ്ച് നമുക്ക് ദേവസ്വം ബോർഡ് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് SIT കോൺസ്റ്റിറ്റ്യൂട്ട് അവിടേക്കല്ലേ റിപ്പോർട്ട് കൊടുക്കേണ്ടത്? അത് ഡിവിഷൻ ബെഞ്ചല്ലേ? അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. ജസ്റ്റിസ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം
പിന്നെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനോട് മാത്രമേ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അതാണ് അതെങ്ങനെ പറയാൻ പറ്റുന്നത്? ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഞങ്ങൾക്ക് ഇത് ദേവസ്വം ബെഞ്ചിനോട് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാൻ അതാണോ അതിന്റെ ശരി? അതാണോ അതിന്റെ ശരി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ? അല്ല, ജാമ്യം പരിശോധിക്കുന്ന കോടതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേസ് ഡയറി വായിച്ച് അതിൽ അഭിപ്രായം പറയാൻ അധികാരമുണ്ട്. ആ കോടതി അത് പറഞ്ഞാൽ അത് അനുസരിക്കാൻ SITക്കും എന്താ പറയാ ബാധ്യസ്ഥയാണ്. അതുകൊണ്ടല്ലേ എന്താണ് ശങ്കർദാസിനെ പ്രതിയാക്കിയാത്തത് ചോദിച്ചു, എന്താണ് വിജയകുമാറിനെ പ്രതിയാക്കുക ചോദിച്ചപ്പോ വേഗം രണ്ടുപേരെ പ്രതിയാക്കി. പിന്നെ ചോദിച്ചു എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ പറഞ്ഞാൽ ഹോസ്പിറ്റൽ, പ്രതിയാക്കി അന്ന് മുതൽ ഹോസ്പിറ്റലാണല്ലോ. അപ്പൊ ഓടിപ്പോയി അയാളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അയാളെ സർക്കാർ ആശുപത്രിയിലേക്ക്, ഇപ്പൊ അയാൾ ജയിലിലേക്ക് മാറ്റി. ഇനി വേറൊരു സംഗതി ഇവർ പറയുന്നത്, ബാജി വാഹനത്തിന്റെ പേരിൽ കേസില്ല, കൊടിമരത്തിന്റെ പേരിൽ കേസില്ല. 2 കേസേ ഉള്ളൂ. ഒന്ന് ദ്വാരപാലക ശില്പങ്ങളും ഒന്ന് കട്ടിലപ്പാളികളും മാത്രമേ കേസുള്ളൂ. 2 കേസേ ഉള്ളൂ. തന്ത്രി അറസ്റ്റിലായിരിക്കുന്നത് മൗനാനുവാദം കൊടുത്തു, എതിർത്തില്ല, ആചാരലംഘനം. ഇതാണ് കുറ്റം. ആചാരലംഘനം ഒഫൻസ് അല്ല. എവിടെ ഒഫൻസ്? ആചാരലംഘനം ഒഫൻസ് അല്ല. BNS അങ്ങനെ ഒരു സാധനം ഇല്ല. വേറെ ഏതെങ്കിലും നിയമത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. BNS ഇല്ല. ദേവസ്വം ആക്ടിലും, കേരള ദേവസ്വം ബോർഡ്, മറ്റേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമത്തിലും ഇല്ല. ഇനി വേറെ എവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം ആചാരലംഘനം വല്ല ഇസ്ലാമിക രാജ്യത്തും കുറ്റമായിരിക്കും, ഇന്ത്യ രാജ്യത്ത് കുറ്റമൊന്നുമല്ല. ഇന്ത്യ രാജ്യത്ത് കുറ്റമാവുന്നത് വേറൊരാളുടെ മതവികാരം വ്രണപ്പെടുത്തുമ്പോഴാണ്. അത് പഴയ 153A ഒക്കെ വരുമ്പോഴാണ്. അതല്ല, അത് ഇപ്പൊ പുതിയ BNS ഏതാന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതൊന്നും അല്ല. 2 കുറ്റപത്രം ഉള്ളത്. അപ്പൊ 2 കേസിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കാരണം ഒന്ന് മൗനാനുവാദം, ഒന്ന് സമ്മതം കൊടുത്തു, 2 ഗൂഢാലോചന. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും പറയണ്ട. കൊടിമരം ഒന്നും ഇവിടെ ഇല്ല. കൊടിമരവും വാജി വാഹനത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. അതൊക്കെ വിട്ടേക്ക്. അതൊക്കെ നമുക്ക് സംസാരിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ കോടതിയിൽ അതൊന്നും ഇല്ല.